നമ്മളിപ്പോ നിൽക്കുന്നത് ലിവ ഫെസ്റ്റിവൽ നടക്കുന്ന ലിവയിലാണ് കേട്ടോ. ലിവയിലേക്ക് ഇന്നലെ രാത്രി നമ്മൾ വന്നിട്ടുണ്ടോ. ഇപ്പൊ രാവിലെ ആയി. ആ കാണുന്നതാണ് മൊരീബ് ഡൂൺസ്. ആ ഡൂൺസിന്റെ മേലേക്കാണ് ഈ ആൾക്കാർ മൊത്തം ഇങ്ങനെ വണ്ടികളൊക്കെ ഓടിച്ച് കയറ്റുന്നത് കേട്ടോ. അതിന്റെ ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ്, അടിപൊളി വൈബാണ്, ഭയങ്കര രസമാണ്. കഴിയുന്ന ആൾക്കാരൊക്കെ വന്ന് ഒരു വട്ടെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു സ്ഥലമാണ് ഈ ലിവ ഫെസ്റ്റിവൽ. അപ്പൊ ലിവ ഫെസ്റ്റിവലിലെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാണാം ലിവ ഫെസ്റ്റിവലിലെ കുറച്ച് കാഴ്ചകൾ. UAEയുടെ അൽ ദഫ്ര റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഡിസർട്ട് ഏരിയ ആണ് ലിവ. ലിവ മരുഭൂമിയിലെ താൽ മൊരീബ് ഡൂൺ ഏരിയയിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ഡിസംബർ ജനുവരി മാസം നടക്കുന്ന ഈ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണം ഡൂൺ റേസിംഗും മോട്ടോർ സ്പോർട്സും ആണ്. നമ്മളിപ്പോ സൗദി ബോർഡറിലേക്കുള്ള ഒരു വഴി നിന്നപ്പോ നേരെ പിന്നെ ലിവയിലേക്കുള്ള വഴി നമ്മളിപ്പോ എടുക്കാൻ പോകുന്നുണ്ട്. ഫുള്ള് ഇതേപോലുള്ള തരിച്ച് സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സണ്ണിങ്ങനെ സെറ്റ് ആവാറായി. സൺസെറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അതുപോലെ കുറച്ച് സമയം ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്കിനി ഇവിടുന്ന് ലിവ ഫെസ്റ്റിവൽ ഏരിയയിലേക്ക് പോകാനുണ്ട്. ഏകദേശം ലിവ ആ ഒരു ഫെസ്റ്റിവൽ സിറ്റിയോട് അടുക്കാറായപ്പോൾ തന്നെ റോഡിലൊക്കെ നല്ല അലങ്കാരങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ട് പോകുമ്പോൾ നമ്മൾ എത്തിയ ഫസ്റ്റ് ലൊക്കേഷൻ ലിവ സൈനിൻ്റെ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ. വലിയൊരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ലിവ സൈൻ ലിവ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണ് കേട്ടോ. അതിന് ചുറ്റിലുമുള്ള ആ ഒരു ഗ്രാമങ്ങളുടെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ ഒരു ഏരിയ. ഇവിടുന്ന് നമ്മളിനി പോകുന്നത് ലിവ ഫെസ്റ്റിവൽ നടക്കുന്ന മെയിൻ ഒരു ഏരിയയായ മൊരീബ് ഡൂൺസിലേക്കാണ് കേട്ടോ. അങ്ങ് ദൂരെ തന്നെ ലിവ ഫെസ്റ്റിവൽ സിറ്റിയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ റോഡിൽ മൊത്തം ഇങ്ങനെ നിറഞ്ഞു പോകുന്നത് SUVകളാണ്. കുടുംബമായിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ആഘോഷമാണ് ഈ ഒരു ലിവ ഫെസ്റ്റിവൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പിങ്, ലാമ്പിങ്, അതുപോലെ ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഏരിയകളും, അതേപോലെ ലൈവ് മ്യൂസിക്, ഫയർ വർക്ക്സ്, അതുപോലെ ഡ്രോൺ ഷോ, എല്ലാം കൊണ്ടും നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ലിവ ഫെസ്റ്റിവൽ നമുക്ക് നൽകുന്നത്. ലിവ ഫെസ്റ്റിവലിന്റെ ഹൃദയം താൽ മൊരീബ് എന്ന് വിളിക്കുന്ന ഈ വലിയൊരു മണൽക്കുന്നാണ്. ഏകദേശം 300 മീറ്ററിലധികം ഉയരം, 50 ഡിഗ്രിയിലധികം ചെരിവ്, അതേപോലെ അതിന്റെ ഒരു ഭീകരത. ഇതുകൊണ്ടാണ് ഈ ഒരു ഡൂണിനെ ഡൂൺ ഓഫ് ടെറർ എന്ന് വിളിക്കുന്നത്. മൊരീബ് ഡൂൺസിന്റെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി അടുത്തത് പോകുന്നത് ലിവ വില്ലേജിലേക്കാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലിവ ഫെസ്റ്റിവൽ ഏരിയയിൽ. അതുപോലെ അവിടുത്തെ ഓരോ ഏരിയയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. അങ്ങ് ദൂരെ നമുക്ക് ലിവ വില്ലേജ് കാണാം. ആ വില്ലേജിന്റെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ദൂരെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. റെഡ് കളറിലാണ് കേട്ടോ ഇവർ ഈ ഒരു എൻട്രൻസ് ചെയ്തേക്കുന്നത്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവിടേക്ക് ഒരു എൻട്രി ഫീ ഉണ്ട്. 25 ദിർഹമാണ് ഒരാൾക്ക് ഉള്ള എൻട്രി ഫീ വരുന്നത്. അബുദാബി ലിവ മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് നടക്കുന്ന UAEയിലെ ഏറ്റവും മനോഹരമായ സാംസ്കാരിക ഉത്സവ ഗ്രാമങ്ങളിലൊന്നാണ് ലിവ ഫെസ്റ്റിവൽ വില്ലേജ്.
ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഈ വില്ലേജിൽ പരമ്പരാഗതമായ എമറാത്തി സംസ്കാരവും ആധുനിക വിനോദവും ഒരുമിച്ച് നമുക്ക് അനുഭവിക്കാം. ഇവിടെ എത്തുന്നവർക്ക് എമറാത്തി സൂക്ക്, കൈത്തറി വസ്തുക്കൾ, സുഗന്ധങ്ങൾ, പാരമ്പര്യ കലാപ്രദർശനങ്ങൾ എന്നിവ കാണാനും അനുഭവിക്കാനും കഴിയും. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ഗെയിം സോണുകൾ, ഫൺ ആക്ടിവിറ്റികൾ, റൈഡുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലിവ വില്ലേജിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മന്തിയാണ് കഴിച്ചത്. ഏകദേശം ഒരു ഹാഫ് മന്തിക്ക് 30 ദിർഹംസാണ് കേട്ടോ നമുക്ക് ചാർജ് വന്നത്. നമ്മൾ ക്യാമ്പ് ചെയ്തൊരു ഏരിയ ആണ് ലിവ ആ ഒരു വില്ലേജിലെ കാഴ്ചകൾ എഴുതുന്നുണ്ട്. അതിന് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു സ്ഥലമാണ്. ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് ഈ ഒരു ഡോൺസ്. ഇതാണ് ഇതിന്റെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ. ഈ ഒരു വലിയൊരു ഡോൺസിന് മേലേക്ക് ഓടിച്ച് കയറ്റുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഒരുപാട് വണ്ടികളുണ്ട്. രാത്രി മുഴുവൻ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ക്യാമ്പ് ചെയ്ത സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത്. ഇതേപോലെ മണലിലാണ് നമ്മൾ ഒന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട്. ഇവിടെ എവിടെയും വന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാം, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ ടെന്റ് ഒക്കെ റെന്റിന് കിട്ടുന്നുണ്ട്. അതിന് 150 ദിർഹംസാണ് അതിന്റെ ഒരു ചാർജ് വരുന്നത്. നമ്മൾ ക്യാമ്പ് ചെയ്ത ഒരു ലൊക്കേഷനാണ് ഇത്. നേരെ മൊരീബ് ഡോൺസിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത്. ഇതേപോലുള്ള വണ്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ മൊരീബ് ഡൂൺസിന്റെ അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഏത് വണ്ടി കൊണ്ടും നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അതിനൊരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് മൊരീബ് ഡോൺസിലാണ്. അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഒന്നൊരു ഓഫ് റോഡ് ചെയ്യാൻ പോകാനുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ എയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചുണ്ട്. പിന്നെ ചെറിയ ഈ ഏരിയ കൂടെ ഒക്കെ ഒന്ന് പോകാറുണ്ട്. വലിയ ഡോൺസിന്റെ മേലേക്ക് നമുക്ക് പോക്ക് നടക്കില്ല. അതൊക്കെ വലിയ റിസ്ക് പരിപാടിയാണ്. ആ വണ്ടി അതിനനുസരിച്ച് വണ്ടിയൊക്കെ വേണം. നമുക്ക് തന്നെ ചെറിയ ഈ ഡോൺസിന്റെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് പിന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോ ഉള്ളത് മൊരീബ് ഡൂൺസിലാണ് കേട്ടോ. ഇതാണ് മൊരീബ് ഡൂൺസ്. ഇവിടെയാണ് ഫുള്ള് ഇതേപോലെയുള്ള ഈ ആക്ടിവിറ്റീസ് ഒക്കെ. നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ മൊരീബ് ഡൂൺസിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെ കൊണ്ട് നമ്മുടെ വണ്ടിക്ക് പറ്റില്ല. അത്യാവശ്യം നല്ല വലിയ ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി വേണം, എന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്ന ഈ താൽമൊരീബിന്റെ മേലേക്ക് ഇങ്ങനെ വാഹനങ്ങൾ ഓടിച്ച് കയറ്റുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറും അതേപോലെ അതിനനുസരിച്ചുള്ള പവറുള്ള ഒരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഡൂണിന്റെ മേലേക്കൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ലിവ മൊരീബ് ഡൂൺസിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനിപ്പോൾ ഇനി തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയിൽ നമുക്ക് 1-2 സ്ഥലത്തും കൂടി കയറാൻ കേട്ടോ.
താൽ മൊരീബിൻ്റെ അടുത്ത കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് തന്നെ ഏകദേശം ഉച്ചയാറായി. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇന്നലെ കഴിച്ച ആ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് തന്നെ വന്നിട്ടോ. അവിടെ തന്നെ വീണ്ടും നമ്മൾ മന്തി തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അൽദഫ്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മരുഭൂമിയാണ് ലിവ മരുഭൂമി. ഉയരം കൂടിയ മണൽക്കുന്നുകളും ശാന്തമായ അന്തരീക്ഷവും ലിവയുടെ മാത്രം പ്രത്യേകതയാണ്. റബ് അൽ ഖാലിയുടെ ഭാഗമായ ലിവ മരുഭൂമി ലോക പ്രശസ്തമായ താൽ മൊരീബ് ഡൂൺസ് കൊണ്ടാണ് അറിയപ്പെടുന്നത്. ശാന്തവും സാഹസികവുമായ യാത്രാനുഭവമാണ് ഈ ലിവ മരുഭൂമി നമുക്ക് നൽകുന്നത്. ലിവ ഓയസിനോട് ചേർന്ന ഈ മരുഭൂമി പ്രകൃതിയും ബദുവിൻ സംസ്കാരവും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു മനോഹര സ്ഥലമാണ്. അബുദാബിയിലെ അൽ ദഫ്ര മേഖലയിൽ ലിവ മരുഭൂമിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണ് ദഫീർ കോട്ട. പുരാതന കാലത്ത് മരുഭൂമി യാത്രക്കാരുടെയും ഒയസിസുകളുടെയും സംരക്ഷണത്തിനായി നിർമ്മിച്ച ഈ കോട്ട ബദുവിൻ സംസ്കാരത്തിൻ്റെയും പരമ്പരാഗത വാസ്തുവിദ്യയുടെയും മനോഹരമായ ഉദാഹരണമാണ്. ഇന്ന് ഈ ദഫീർ കോട്ട ലിവ പ്രദേശത്തിൻ്റെ ചരിത്രവും പൈതൃകവും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന ലാൻഡ്മാർക്കായി നിലകൊള്ളുന്നു. റൂഫിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് സൈൻ എന്ന ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു സൈനാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ലിവ സൈൻ. ലിവ സൈൻ എന്നത് ഒരു അടയാളമല്ല. ഇത് ലിവയുടെ ചരിത്രം, പ്രകൃതി സൗന്ദര്യം, സാഹസികത, റെക്കോർഡുകൾ എന്നിവയുടെ പ്രതീകമാണ്. ലിവ ഫെസ്റ്റിവൽ എന്നത് വെറുമൊരു കായിക മാമാങ്കം മാത്രമല്ല, അറബ് ജനതയുടെ അതിജീവനത്തിൻ്റെയും മരുഭൂമിയുമായുള്ള അവരുടെ ആത്മബന്ധത്തിൻ്റെയും അടയാളമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം.